ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു വീറ്റ് ഫാമും ഉണ്ടാക്കും. അതുപോലെ തന്നെ പറ്റുന്നതൊക്കെ ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ നൈറ്റാവുന്നു, പോയി കിടന്നുറങ്ങിയിട്ട് വരാം. എന്നിട്ട് ഇത്ര നേരം മണ്ടത്താൻ കാണിച്ചു അവിടെ വലിയ എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങാം. ഇനി രാവിലെ ആവട്ടെ പെട്ടെന്ന്. ഓക്കെ, രാവിലെ ഇരിക്കുന്നു. ഇനി നമുക്ക് ആദ്യമായിട്ട് നമുക്കൊരു ഷെൽട്ടർ വേണ്ടേ. ഇന്ന് നമ്മളൊരു വലിയൊരു മെഗാ ബേസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ മെഗാ ബേസ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ 2 കുഴി എടുക്കണം, എന്നിട്ട് വീണ്ടും 2 കുഴി എടുക്കണം, എന്നിട്ട് വീണ്ടും 2 കുഴി എടുക്കണം, എന്നിട്ട് ഇവിടെ 2 ഇങ്ങനെ വീണ്ടും അങ്ങോട്ട് വീതിച്ച് അങ്ങോട്ട് പോകണം. എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകണം, കുറച്ചും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാം. ഒന്നുകൂടെ കൊണ്ടുപോകാം. ഇതാണ് നമ്മുടെ മെഗാ ബേസ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഒത്തിരി സ്ഥലം. ഇവിടെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം. അയൺ ഫാം ബിൽഡ് ചെയ്ത് വെക്കാം, ഷുഗർ കെയിൻ ഫാം, എന്തൊക്കെ ഫാം ഉണ്ടാക്കി വെക്കാം. ഇഷ്ടംപോലെ ഫാം ഉണ്ടാക്കാം. നമുക്ക് കോമഡി പറയുന്നതിന് മുമ്പ് നമ്മുടെ ചെറിയ വീട്ടിൽ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം, പിന്നെ ബെഡോട്ട് വെക്കാം. ഇനി നമുക്ക് ബ്രെഡ് ഇന്നലെ പകുതി ഉണ്ടാക്കിയുള്ളത് ഫുള്ളങ്ങ് കംപ്ലീറ്റ് ആക്കി ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ 3 സ്റ്റാക്കല്ല 2 സ്റ്റാക്ക് 49 കിട്ടിയിട്ടുണ്ട്. നമുക്ക് എനിക്ക് അതിന് മുമ്പേ കുറച്ച് ടോർച്ചും കൂടെ ഉണ്ടാക്കിയേക്കാം. നമുക്ക് അവിടെ നിന്നിട്ട് കോളേജ് 4 ടോർച്ച് ഉണ്ടാക്കിയിരിക്കുന്നു. ടോർച്ച് നമുക്ക് എവിടെയൊക്കെ വെക്കണം? ഇവിടെ ഇരുന്നോട്ടെ. ഇത് വെച്ചപ്പോൾ തന്നെ ഫുള്ള് വെട്ടാം. എവിടെയും കൂടെ ഇരുന്നോട്ടെ. എവിടെ അങ്ങോട്ട്. അടിപൊളി. കുറച്ച് വുഡൊന്ന് വേണം. വുഡിൻ്റെ ആകെ 8 മാത്രം. കേവാണോ? ഓക്കെ, അത് കേവാന്ന് തോന്നുന്നു. നമ്മുടെ ഇന്നത്തെ ഗോളെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു വീറ്റ് ഫാം ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഒരു ഫുൾ അയൺ ആർമർ ആവണം. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ. അയൺ കിട്ടുമെന്ന് ആദ്യം നോക്കട്ടെ, എന്നിട്ട് അയൺ ആർമർ ആവാം. അയൺ ആർമറും ടൂൾസും നമുക്ക് മറ്റേ ഇത് കുറിക്കാം. വീഡിയോ ലൈക്ക് മറക്കല്, സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. ഇപ്പോൾ ഞാൻ മരം മുറിക്കുന്ന ടൈമിൽ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, സബ്സ്ക്രൈബ് ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, പെട്ടെന്ന് കുറച്ച് മരം മുറിക്കാം. അല്ലാതെ എന്ത് ചെയ്യാൻ? ഓടിക്കയറിയിട്ട് നമുക്കൊരു വാതിൽ ഉണ്ടാക്കാം. ഓക്കെ, എന്തിയ ഡോർ? നമ്മുടെ ബ്രിച്ച് ഡോറാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതെടുത്ത് അത് വെച്ചാൽ മതിയോ? ഗ്യാപ്പ് ഇടുന്നു. കുഴപ്പമില്ല, രാവിലെ ആയി പെട്ടെന്ന് അറിയാൻ പറ്റും. ഇരിക്കട്ടെ. ഓക്കെ,
നമ്മളങ്ങനെ ഇവിടെ ഡോറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 3, അവിടെ 2, അത് വരുന്നില്ല. കൊള്ളാം, അപ്പോൾ കറക്റ്റ്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വീറ്റ് ഫാം. അതിന് നമ്മൾ ജസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇവിടെ കിടന്ന പുല്ലൊക്കെ അങ്ങോട്ട് അവിടെ കിട്ടി. ഓക്കെ, 57 കിട്ടി. ഇനി പെട്ടെന്ന് പോയി കിടന്നങ്ങ് ഉറങ്ങാം. ഓക്കെ, ഇനി പെട്ടെന്ന് നമ്മുടെ വീറ്റ് ഫാം അങ്ങ് ഉണ്ടാക്കാം. അതിന് ബക്കറ്റ് ഇല്ലല്ലേ എൻ്റെ കയ്യിൽ. അപ്പോൾ നമുക്ക് മൈനിങ്ങിന് പോകേണ്ടി വരും. അതിന് മുമ്പ് ഞാൻ ഒരു ചെസ്റ്റ് ഉണ്ടാക്കട്ടെ. ഒരു 2 ഓക്കെ, 4 ചെസ്റ്റ് ഇരിക്കുന്നു. ഇവിടെ ഇരിക്കുന്നു. ഇനി നമുക്ക് അങ്ങനെ കിട്ടിയാൽ ഓക്കെ, നമ്മൾ വിജയിച്ചു. നല്ല ഡാമേജ്. ചാവ അയ്യേ, ഒറ്റടിക്കത്ത്. നല്ല ഡീപ്പാണോ എന്ന് പറഞ്ഞോളൂ. അയ്യോ, എൻ്റെ ഇതില്ല. അവിടെ എടാ, ഇപ്പം എന്ത് സംഭവിച്ചേ? വാളുള്ളവനെ പെട്ടെന്ന് കൊല്ലണം. അയ്യോ, അടിക്കല്ലേ. വാളിട്ട് ഇനിയൊന്നും പേടിയണ്ട. അന്നേരം പോയോ? ഡീസ്പോണായെന്ന് തോന്നുന്നു. ഇവിടൊക്കെയാണ് അയൺ കൂടുതലായിട്ട്. എൻ്റെ പൊന്നെ, ഇനിയിപ്പോൾ അയണിൻ്റെ കാര്യം കൂടെ പറഞ്ഞല്ലോ, ഇപ്പോഴേ കിട്ടി. നമുക്കൊരു 3 മതി അയൺ ഇതുണ്ടാക്കാൻ. ബക്കറ്റ് താഴോട്ട് ഇറങ്ങണം. നമുക്ക് 3 കിട്ടി, 5 കിട്ടി. നമുക്ക് മറ്റേ ആർമറിൻ്റെയും കൂടെ എടുക്കാൻ നമുക്ക് ഇറങ്ങാം. ഇല്ല, ഞങ്ങൾ ഡീപ്പ് ലെവൽ വരെ പോകുന്നുണ്ട്. അവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് മേലോട്ട് വരാം. അല്ല, നമുക്ക് ഈ വഴിയോട്ട് പോയി നോക്കാം. ചെറിയ കേവൊന്നും അല്ല കേട്ടോ, അത് ഭയങ്കര വലിയ കേവ്. അതുകൊണ്ടായി. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ആയണം ചെയ്തെടുക്കാം. 2 ഉള്ളായിരുന്നു. എടാ, നമ്മളൊന്നും കണ്ടിട്ടില്ല. നമ്മൾ വീണ്ടും ഒന്നും കണ്ടിട്ടില്ല. $2 ഉള്ളൂ.
കേട്ടെ. നമ്മൾ വെറും അയൺ നമുക്ക് അങ്ങോട്ട് പോകുന്ന സേഫ് ആണെന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞൂടാ. ആരെയും കയറി കാണുന്നു. അവിടെ യെസ് മച്ചാനെ നീ ഇങ്ങോട്ടോ. ഇതൊരു വലിയ കേവാണ് കേട്ടോ. കുറച്ച് ഡയമണ്ട് കിട്ടിയിരുന്നെങ്കിൽ അല്ലേ. ഞാൻ ഇനി താഴ്ത്തു നിൽക്കുന്നില്ല, എനിക്ക് പണിയാണ്. ഇപ്പോൾ ലാവ കയറിയാണ്. എത്രയും കിട്ടിയപ്പോൾ 16 എണ്ണം പോരാ. ടൂൾസ് എല്ലാം ഉണ്ടാക്കാൻ 16 എണ്ണം. നല്ലതാണ്. എന്തോടാ അവിടെ കണ്ടേ? 4 ഡയമണ്ട്. 4ആണോന്ന് അറിഞ്ഞൂടാ, ഞാൻ കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഐ ആം എ ചീറ്റർ. ഞാനാണ് ആ ഡയമണ്ട് ക്രിയേറ്റീവ് കൊണ്ടുവച്ചത്. അടിപൊളിയല്ലേ ആ ട്രിക്ക്? ആർക്കും മനസ്സിലാക്കുന്നതില്ല. എൻ്റെ പൊന്നളിയ, ആ സമയത്ത് എനിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല. 2 ഡയമണ്ട്. ഞാൻ എന്തുവാ കുറച്ച് അയൺ എടുക്കാൻ പോയ ആൾക്ക് 4 ഡയമണ്ട്. നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അതൊക്കെ പോട്ടെ, എടുക്കാം നമുക്ക് അയൺ. അതല്ല ഡയമണ്ട്. എന്നാലും വല്ലാത്തൊരു ഫൈറ്റായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് പെട്ടെന്ന് ഇത് ബോർഡ് മീലാക്കി എടുക്കണം. എന്നിട്ട് 3 എടുത്തിട്ട് ഒരു ബക്കറ്റ് ക്രാഫ്റ്റ് ചെയ്തെടുക്കണം. ആരുടെ കൊണ്ട് അങ്ങനെ ഒരു ബക്കറ്റ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ബക്കറ്റ് കൊണ്ട് വെള്ളം എടുക്കാൻ പോവാം. ഇങ്ങനെ അടിച്ചു കൊല്ലാന്നേ ഉള്ളൂ, ഈസി ആയിരുന്നുള്ളൂ. 3 ബ്ലോക്ക് ബക്കറ്റ്, ഇതൊക്കെ ഈസി അല്ലേ? ഉണ്ടോ? ഇത്ര ഉള്ള കാര്യം. 5 അയണും കിട്ടി.
നമുക്ക് വെള്ളം ഇവിടെ ഇവരുടെ കയ്യിൽ ഫാമൊന്നും ഇല്ലടാ. അതൊരു പണിയാണ്. അതാണ്ട് ഇവിടെ ഉള്ളതുണ്ട്. നമുക്ക് അയൺ ഫുള്ളാർമറാക്കാനുള്ള ഗോള് പറ്റുന്ന അത്ര നമുക്ക് അങ്ങ് ഉണ്ടാക്കാമേ. പാൻറ്റിൻ ആയിട്ടുള്ളതില്ല. കുഴപ്പമില്ല. ഒറ്റൊരു പാൻറ്റിന് നമുക്ക് പോയി കണ്ടുപിടിക്കാം. അവിടെ എവിടെയെങ്കിലും വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ MLG ആയിരുന്നു. വെള്ളമില്ല. വേറെ വഴി കൂടെ വല്ലതും ഇറങ്ങാൻ പറ്റുമോ നോക്കാം. കുറച്ച് ഡാമേജ് പോയി. കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് എടുക്കാം. ഇനി വേറെ എവിടെ അവിടെ കണ്ട് കണ്ടില്ലായിരുന്നു. അതുകൊണ്ട് അതെനിക്ക് എടുക്കാം. എന്തിനാ അതോട്ടെ. ഓക്കെ, നമ്മൾ അയൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കുള്ള 6. ഇനി നമ്മുടെ അയൺ ഇല്ലെന്ന് തോന്നില്ലേ. അപ്പോൾ ഇനിയും വേണം. ചാവും ഞാൻ. മൂടാൻ പറ്റും. ആരും കാണാതെ. ഒരെണ്ണുണ്ടായിരുന്നു, പക്ഷേ അത് മിസ്സായി. നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് കിടന്നുറങ്ങാം. ഓക്കെ, ഇനി നമുക്ക് അയൺ സ്മെൽറ്റ് ചെയ്യാം. നമ്മൾ 7 അയൺ ഒപ്പിച്ച് പുതിയ ലെഗിൻസ് ഉണ്ടാക്കി. അത് ഇട്ട് വെയിറ്റ് ഒരു ഇതും കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണ്ടി ചെയ്യാം. ഒരു എന്താണ് ഷീൽഡ്. ടൂൾസിൻ്റെ 2 ഉള്ളൂ. എന്തോ വെച്ചാക്കാനാ. കുഴപ്പമില്ല. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളത്തേക്ക് കാണാം. ടാറ്റ, ബൈ ബൈ.